ഈ ഇവരെ എല്ലാം ഈ നമ്മളെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്നുള്ള ദുഷ്പ്രചരണം സ്വല്പം ഒന്ന് അയഞ്ഞു കഴിയുകയും മോഡിയുടെ ഭരണം ഇതേ രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാകും. അവർക്ക് ഈ കോൺഗ്രസ്സുകാരൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഭരണത്തേക്കാൾ സ്വാതന്ത്ര്യവും പുരോഗതിയും ഈ ഭരണത്തിലാണെന്ന് ബോധ്യം വരും. അപ്പോൾ അവർക്ക് ഈ BJP-യോടുള്ള വിരോധവും വൈരാഗ്യവും ഇല്ലാതാവുകയും ചെയ്യും. ഇപ്പം ഈ RSS എന്ന് പറഞ്ഞ പ്രസ്ഥാനം തനി വർഗീയമാണെന്നാണ് പലരുടെയും വിശ്വാസം. അതിനകത്ത് എന്താണ് പറയാനുള്ളത്? ഒരു വർഗീയതയില്ല. പക്ഷേ നമ്മൾ പറയുന്നതിനെല്ലാം അതിജീവിക്കത്തക്ക വിധത്തിൽ പ്രചണ്ഡമായ പരിപാടി അപ്പുറത്ത് നടക്കുന്നു. അതിനെ അതിജീവിക്കാനൊന്നും നമുക്ക് കഴിയില്ല. തന്നെ അതിൻ്റെ ആവശ്യമില്ല. ആർക്ക് കഴിയില്ല? സംഘത്തിന് കഴിയില്ല. സംഘത്തിൻ്റെ ബാക്കി പണിയെല്ലാം നിർത്തിവെച്ച് വെച്ച് ഈ ഇവരുടെ പ്രചരണത്തിനെതിരായിട്ട് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാരരാണ്. സംഘത്തെ സംബന്ധിച്ചോളം നിസ്സാരരാണ്. അല്ല, അങ്ങനല്ല. അത് അല്ല, സംഘത്തെ സംബന്ധിച്ചോളം ഇപ്പം അവരെ എതിർക്കുന്നത് നിസ്സാരരാണ്. അവര് ഇപ്പം ഈ മതപരമായ ഹിന്ദുവിനെ മാത്രം ജീവിപ്പിക്കണം എന്നുള്ള സിദ്ധാന്തം മാത്രമാണ് സംഘത്തിനുള്ളതെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ഞങ്ങള് ഈ സമ്പർക്ക യജ്ഞത്തിൽ പോയപ്പോൾ ആലപ്പുഴ ഈ കന്യാസ്ത്രീ അമ്മമാരുടെ ഒരു മഠത്തിൽ പോയി. കന്യാസ്ത്രീ അമ്മമാരെന്ന് പറഞ്ഞാൽ അവിടുത്തെ 5 കന്യാസ്ത്രീ അമ്മമാർ ഡോക്ടർമാരാണ്. ഇവർ പോകാൻ അങ്ങോട്ട് ഉറങ്ങി വരികയും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലും. ഉടനെ എന്തുവാ ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു സമ്പർക്കത്തിന് വന്നതാണ്. ഒരു 10 മിനിറ്റ് നേരം നിന്നാൽ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ട് പൊക്കോളാം. ഞങ്ങൾ പോകാനങ്ങ് ധൃതിയായി, ഇന്ന് ഓപ്പറേഷൻ ഒക്കെ ഉള്ള തീയതിയാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ RSSകാരാണ്. നിങ്ങൾ ഞങ്ങളെ ഇല്ലാതാക്കാൻ നടക്കുന്നവരില്ലേ? ഉടനെ അങ്ങനെ ആരും പറഞ്ഞു? അങ്ങനെ എല്ലാവരും പറയുന്നു, ചുമ്മാതെ പറയുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ലക്ഷ്യം ഞങ്ങൾക്കില്ല. ഞാൻ ചോദിച്ചു, ഇന്ത്യയിലെ ആകെ ജനങ്ങളുടെ ഇടയിൽ 3% ക്രിസ്ത്യാനികളുണ്ട്. നിങ്ങളെ തല്ലിക്കൊന്ന് RSSലാക്കിയിട്ട് ഞങ്ങൾക്ക് എന്തോ നേടാനാണ്. അതൊരു ശരിയാണ്. നിങ്ങൾക്കൊരു നേട്ടവുമില്ല. പിന്നെ ഈ പറയുന്നവർ അവർക്ക് നേട്ടം വേണം. അതിനുവേണ്ടി പറയുന്നു. ഞങ്ങൾ എവിടെ ആരെ ഉപദ്രവിച്ചെന്ന് ചോദിച്ചു. എവിടെയെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറ, ഞങ്ങളതിന് സമാധാനം ഉണ്ടാക്കിത്തരാം. ഉടനെ ഇവരിതെല്ലാം ഇങ്ങനെ കേട്ട് കുറേ സംശയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇനിയും ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടുമോ? തീർച്ചയായിട്ടും. അവർക്ക് ഇത് സന്തോഷമായിരുന്നില്ല. എൻ്റെ ഈ ചോദ്യം അവരെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഞാൻ ചോദിച്ചു, ഈ ഇന്ത്യയിലെ 3% ക്രിസ്ത്യാനിയാണ് ഉള്ളത്. ഇവരെ ഈ തല്ലിക്കൊന്ന് പഠിപ്പിച്ച് ഹിന്ദുക്കളാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പ്രയോജനമില്ല. ഞങ്ങൾ ആരെങ്കിലും അങ്ങനെയല്ല. ഈ 3% ക്രിസ്ത്യാനികൾ ഉണ്ടായത് ഞങ്ങളിൽ നിന്നല്ലേ? അതെ, അല്ലെ, ഞങ്ങളിൽ നിന്നാ. അത് അവര് ഈ രാജ്യത്ത് അത് വേറൊരു സമ്പത്താണ്. അങ്ങനെയാ നിങ്ങൾ മുസ്ലിങ്ങളും അത് അവനവന്റെ വിശ്വാസമായിട്ട് നടക്കുന്നു. അവരെ ഒന്നും നമുക്ക് ഇല്ലായ്മ ചെയ്തിട്ട് യാതൊരു ആവശ്യമില്ല. ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്യാൻ പോകുന്ന ഹിന്ദുത്വമല്ല. ഹിന്ദുത്വം ഒന്നിനെയും നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും സ്വീകരിക്കുക. ഇവിടെ ഓരോരുത്തർ പറയുന്നത് ഇൻക്ലൂസീവ്നെസ്. അത് കോൺഗ്രസിന്റെ ജനാധിപത്യം, കോൺഗ്രസിന്റെ ഒന്നുമല്ല, ഭാരതത്തിന്റെ ഇൻക്ലൂസീവ്നെസ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുക. യഹൂദന്മാർ ഇവിടെ വന്ന് പറഞ്ഞാൽ യഹൂദന്മാരെല്ലാം ഇവിടെ വന്നോ യഹൂദന്മാരെ സ്വീകരിച്ച് നിങ്ങളവിടെ കഴിഞ്ഞൂടാ. അവർക്ക് പള്ളി വെക്കാൻ സ്ഥലവും കൊടുത്ത എല്ലാ കാര്യവും ചെയ്തു. അതായത് യഹൂദന്മാരുടെ പള്ളി എവിടെയാ? പിന്നെ മട്ടാഞ്ചേരിയിൽ പിന്നെ കൊടുങ്ങല്ലൂരും ഉണ്ടായിരുന്നു. അത് പോയെന്ന്. എങ്ങൊന്നും ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇവരെ ആരെയും തല്ലിച്ചടിക്കാൻ. ഇപ്പൊ അത് പോയി. നിനക്ക്